ഈ മുഹമ്മദ് നബിയെ കൊണ്ടാണ്. അതുപോലെ തന്നെ നൂഹ് നബിയുടെ കാര്യം അവിടെ പരാമർശിക്കുന്നുണ്ട്, ഇബ്രാഹിം നബിയുടെ കാര്യം പറയുന്നുണ്ട്. അങ്ങനെ ചിലരുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊക്കെയും അനിസ്ലാമികമായ ആശയമല്ലേ, കള്ളം പറഞ്ഞതല്ലേ അവരെ സംബന്ധിച്ച്. അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് അവര് തേടിയതായോ അള്ളാന്റെ റസൂലിന്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട്, അതല്ലെങ്കിൽ ആ അർത്ഥത്തിൽ തവസ്സുൽ ചെയ്തുകൊണ്ട് അവര് പ്രാർത്ഥിച്ചതായി എവിടെയാണുള്ളത്? അതെ, ഹക്ക് കൊണ്ടും ജാഹു കൊണ്ടൊക്കെ പറഞ്ഞെന്നും തവസ്സല ബിഹി ആദം എന്ന് പറഞ്ഞു, വസ്തഗാസ ബിഹി നൂഹ് എന്ന് പറഞ്ഞതൊക്കെ അനിസ്ലാമികമായ വിഷയങ്ങൾ കള്ളം പറഞ്ഞതല്ലേ? 50-ാം പേജ് തീർന്നില്ല, ഇനിയും അദ്ദേഹം ഹദീസ് ഉദ്ധരിച്ചിട്ട് അതാ എഴുതുന്നു. അതേ, ലമ്മാ അസാബ ആദമുൽ ഖതീഅ, ആദം നബി അലൈഹിസ്സലാം പഴം പറിച്ചു പോയപ്പോൾ റഫഅ റഅസഹു, ആദം നബി തല ഉയർത്തി. ഫഖാല, ആദം നബി പറഞ്ഞു, യാ റബ്ബി ബിഹഖി മുഹമ്മദ്, യാ റബ്ബി ബിഹഖി മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി, ബിഹഖി മുഹമ്മദ് എന്ന് പറഞ്ഞോ? അത് കളവാണ് എന്നല്ലേ വന്നിട്ട് പറഞ്ഞത് മൗലവി? ഇബ്നു തൈമിയ്യന്റെ മഖബറയെ പോയി ചോദിക്കേ. ഇബ്നു തൈമിയ്യന്റെ കിതാബ് വായിച്ചാ ഞാൻ പറയുന്നത്, യാ റബ്ബി ബിഹഖി മുഹമ്മദ്, മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് റബ്ബേ ഇല്ലാ ഗഫർതലി, എനിക്ക് പൊറുത്തു തരണം അല്ലാഹ്. ഫഔഹാ ഇലൈഹി, അപ്പ അല്ലാഹു വഹി അറിയിച്ചു. വമാ മുഹമ്മദ്, വമൻ മുഹമ്മദ്, ആരാ മുഹമ്മദ് ആദമേ? ഫഖാല, അപ്പ ആദം നബി പറഞ്ഞു, യാ റബ്ബി ഇന്നക ലമ്മാ അത്മംത ഖൽഖി റഫഅതു റസീല അർശിക ഫൈദാ അലൈഹി മക്തൂബു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവേ, നീ എന്നെ പഠിച്ചതിന് ശേഷം ഞാൻ അർശിന്റെ മുകളിലേക്ക് ഒന്ന് നോക്കി. അപ്പൊ അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് എഴുതി കണ്ടു. ഫഅലിംതു, അമ്മ ഞാൻ ഉറപ്പിച്ചു, അന്നഹു അക്രമു ഖൽഖിക അലൈക്, നിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ബഹുമാനിയാണതെന്ന് ഞാൻ ഉറപ്പിച്ചു. ഇത് ഖറൻത ഇസ്മഹു മഅസ്മിക്, കാരണം നിന്റെ പേരിന്റെ കൂടെ ആ ഒരു നബിന്റെ പേരല്ലേ നീ എഴുതിയിട്ടുള്ളൂ, അതുകൊണ്ട് നീ ഏറ്റവും ബഹുമാനിക്കുന്നതാണ്, അതാണ് നീ മനസ്സിലാക്കി. ഫഖാല നഅം, അപ്പൊ അല്ലാഹു പറഞ്ഞു, അതെ. ഫഖദ് ഗഫർതു ലക, നിങ്ങൾക്ക് ഞാൻ പൊറുത്തു തന്നു ആദമേ. വഹുവ ആഖിറുൽ അംബിയാഇ മിൻ ദുർരിയതിക, നിങ്ങളെ സന്താന പരമ്പരയിൽ അവസാനം വരുന്ന നബിയാണ്. വലൗലാഹു മാ ഖലഖതുക, ആ നബി ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ പടക്കില്ലായിരുന്നു. ഇത് പറഞ്ഞിട്ട് ഈ ഹദീസിനെ കുറിച്ച് ഇബ്നു തൈമിയ്യ എന്താണ് ഇവിടെ പറയുന്നത് മൗലവിമാരെ? ലൈഫാണ് എന്നാണോ, മൗദൂആണ് എന്നാണോ, കളവാണ് എന്നാണോ? സലഫി കളവാണ് എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? അല്ലാഹു തആല പറഞ്ഞേ കളവാണോ? അമ്പിയാക്കൾ പറഞ്ഞേ കളവാണോ? ആദം നബി പറഞ്ഞേ കളവാണോ? സുബ്കി ഇമാം പറഞ്ഞേ കളവാണോ? ഇബ്നു തൈമിയ്യ പറയട്ടെ, അയാൾക്ക് വിവരമുണ്ട്, പക്ഷേ ചില സംഗതി പേച്ചു പോയതാണ്. അതുകൊണ്ടാണ് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അദ്ദേഹത്തിന് നല്ല ബുദ്ധിയും ഇവരൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഫലം യജിദ് ശൈഖൻ യഹ്ദീഹി, സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ഒരു ഉസ്താദിനെ കിട്ടിയില്ല, അങ്ങനെ പെട്ടുപോയതാണ്. ഇമാം സുബ്കി പറഞ്ഞില്ലേ? അതേ സൈഫുസ് സഖീൽ എന്ന കിതാബിൽ പറഞ്ഞില്ലേ? ആ നിങ്ങളെ നേതാവായി നിങ്ങൾ പറയുന്ന ഇബ്നു തൈമിയ്യ, അദ്ദേഹം പറയുന്ന വാക്ക് കേട്ടോ സലഫി, ഈ ഹദീസ് ദഈഫാണെന്നാണോ ഇവിടെ പറയുന്നത്? ഇത് കളവാണെന്നാണോ പറയുന്നത്? കേട്ടോ, ഫഹാദൽ ഹദീസു, അപ്പോൾ ഈ ഹദീസ് യുഅയ്യിദുല്ലദീ ഖബ്ലഹു, അത് അതിന് മുമ്പുള്ള ഹദീസിനെ ശക്തിപ്പെടുത്തുകയാണ്. വഹുമാ, ഞാനിപ്പോൾ ഉദ്ധരിച്ച ഈ രണ്ട് ഹദീസും കത്തഫ്സീരിൽ അഹാദീസി സഹീഹതി, സഹീഹായ ഹദീസിന്റെ വിശദീകരണമാണ്. സഹീഹായ ഹദീസിന്റെ വിശദീകരണമാണ്. അപ്പൊ ഇതിന്റെ ആശയത്തിൽ ഒരു സ്ഥലത്തും തെറ്റില്ല. ഇനി അതിന്റെ സനദിൽ നിങ്ങൾ ആരെ കൊണ്ടുവന്നിട്ടും കാര്യമില്ല. സഹീഹായ ഹദീസിന്റെ വിവരണമാണിതെന്ന് ഇബ്നു തൈമിയ്യ രേഖപ്പെടുത്തിയില്ലേ മൗലവി? ഇനി ചോദിക്കട്ടെ, മഹ്ശറയിൽ നിന്ന് അമ്പിയാക്കളെ പേരിൽ കള്ളം പറഞ്ഞതിനാൽ സുബ്കി ഇമാം കുടുങ്ങും, ഇബ്നു ഹജർ കുടുങ്ങും, നവവി ഇമാം കുടുങ്ങും, ബൈഹഖി കുടുങ്ങും, ഇബ്നു അസാകിർ കുടുങ്ങും. അങ്ങനെ ഇമാമീങ്ങളൊക്കെ അമ്പിയാക്കളെ മുന്നിൽ കുടുങ്ങി ഖാസിരീങ്ങളാകും. പേരോടും അമ്പിയാക്കളെ മുന്നിൽ കുടുങ്ങുമെന്ന് പറഞ്ഞ മൗലവി ആദം നബി അലൈഹിസ്സലാമിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും 1.25 ലക്ഷത്തോളം വരുന്ന അമ്പിയാക്കളെയും എല്ലാ അമ്പിയാക്കളെയും വിളിച്ചിട്ട് ഇബ്നു തൈമിയ്യനെ വിളിക്കും,
ശരിക്കും മനസ്സിലാക്കി വെച്ചോ. ഇബ്നു തൈമിയ്യനെ വിളിക്കും, നിങ്ങളെ ഫതാവ ഇങ്ങെടുക്കും. നിങ്ങളെ ഫതാവ എടുത്തിട്ട് ഇബ്നു തൈമിയ്യന്റെ നിങ്ങളെ ഫതാവ എടുത്തിട്ട് ഇതിന്റെ 2-ാം വാള്യം, അതേ ഇതിന്റെ 2-ാം വാള്യത്തിൽ 151-ാമത്തെ പേജ് മറിച്ചിട്ട് സലഫി നാദാപുരത്ത് നിങ്ങളെ കൊണ്ടുവരുന്ന മുജാഹിദുകൾ നന്നായാലും നന്നായില്ലെങ്കിലും, നിങ്ങളെ സ്റ്റേജിൽ നിങ്ങളെ സദസ്സിൽ വരുന്ന മുജാഹിദുകൾ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും പടച്ചവന്റെ കോടതിയിൽ അമ്പിയാക്കളെ മുന്നില് ഈ കിതാബും എടുത്തിട്ട് പേരോട് വരും കേട്ടോ. പേരോട് വരും. കിയന ഉസ്താദ് വരും, ഈക്ക ഉസ്താദ് വരും, ഉള്ളാൾ തങ്ങൾ വരും, കാന്തപുരം ഉസ്താദ് വരും, സുബ്കി ഇമാം വരും, ഇബ്നു തൈമിയ്യും വരും. ഈ കിതാബ് എടുത്തിട്ട് ചോദിക്കും, സലഫി നിങ്ങളല്ലേ എഴുതിയത്? ഇബ്നു തൈമിയ്യ നിങ്ങളല്ലേ എഴുതിയത്? സഹീഹായ ഹദീസിന്റെ വിശദീകരണമാണ് ഈ ഹദീസിലുള്ളതെന്ന്, ഇത് ശരിക്കൊന്ന് മറ്റൊന്നിനെ ശക്തിപ്പെടുത്തുന്നുവെന്ന് ഞങ്ങൾ കിതാബും പിടിച്ചു പറയുമ്പോ സലഫിന്റെ കൂടെ പെട്ടുപോയ മുജാഹിദേ, യൗമ തബിയദ്ദു വജൂഹുൻ വതസ്വദ്ദു വജൂഹ്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളുടെ മുഖം സന്തോഷം കൊണ്ട് വെളുക്കുന്ന ദിവസം, സുന്നത്തി ജമാഅത്തിന്റെ വിരോധികളുടെ മുഖം കരുവാളിച്ച് കറുത്തു പോകുന്ന ദിവസം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, അത് മഹ്ശറയാണ് സലഫി, അത് മഹ്ശറയാണ് സലഫി. നിങ്ങൾ എന്ത് ക്ലിപ്പ് കൊണ്ടുവന്ന് കട്ടുവെച്ചിട്ടും കാര്യമില്ല. പടച്ചവന്റെ കോടതിയിൽ ക്ലിപ്പ് വെക്കാൻ കഴിയൂല, അപ്പുറം മുറിച്ചിട്ട് ഇപ്പുറം മുറിച്ച് കാണിക്കാൻ കഴിയൂല. ഇതുണ്ടോ ഇല്ലേ? അത് പറയണം ഈ സമുദായത്തോട്.